നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ശക്തമായ ഇടപെടലുകൾ ഓണം വിപണിയിൽ അരിവില നിയന്ത്രിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്തുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി MLA ഗണേഷ് കുമാർ. സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ 2.5 ലക്ഷം രൂപ തട്ടിപ്പ്. അംഗങ്ങൾ പുനലൂർ കാനറ ബാങ്ക് മാനേജരെ തടഞ്ഞുവച്ചു. വാർത്തകൾ വിശദമായി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ശക്തമായ ഇടപെടലുകൾ മൂലമാണ് ഓണം വിപണിയിൽ അരിവില പിടിച്ചു നിർത്താൻ സാധിച്ചതെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള കോൺഗ്രസ് ജെ കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ശക്തമായ ഇടപെടലുകൾ മൂലമാണ് ഓണം വിപണിയിൽ അരിവില പിടിച്ചു നിർത്താൻ സാധിച്ചതെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള കോൺഗ്രസ് ജെ ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്ക് രാഷ്ട്രീയപരമായും അല്ലാതെയും പല സന്ദർഭങ്ങളിലും തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂട്ടുത്തരവാദിത്വം നിലനിർത്തണം. ഗവൺമെന്റ് 2.5 വർഷം പിന്നിടുമ്പോൾ നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വിവാദങ്ങളൊന്നും ഭരണ സുതാര്യതയെ ബാധിക്കുന്നില്ല. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം നിരവധി പ്രയോജനകരമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി വലിയ വിജയമായിരുന്നു. എന്നാൽ ജനസമ്പർക്ക പരിപാടിയെ രാഷ്ട്രീയമായി എതിർക്കുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനം രാഷ്ട്രീയ പാപ്പരത്വമാണ്. പല സ്ഥലങ്ങളിലും ജനസമ്പർക്ക പരിപാടിയെ തടഞ്ഞത് രാഷ്ട്രീയ അന്ധതയാണെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 2.5 വർഷം നമ്മുടെ ഗവൺമെന്റ് പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടനവധി വിവാദങ്ങൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. UDFന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും അവലോകനം ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് വിവാദങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ വിവാദങ്ങളൊന്നും ഭരണ സുതാര്യതയെ ബാധിക്കുന്നില്ല. പക്ഷേ ഭരണത്തിന്റെ നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പലപ്പോഴും വിവാദങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്നതും വിസ്മരിക്കുവാനും കഴിയുകയില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2.5 വർഷം പിന്നിടുമ്പോൾ എത്രയോ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ, സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള പദ്ധതികൾ, വലിയ പദ്ധതികൾ അടക്കം സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുന്ന ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ അത് കൂടുതൽ മെച്ചമാക്കുന്ന അടക്കം എത്രയോ നല്ല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ 2.5 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്മാർട്ട് സിറ്റിയെക്കാളും വിഴിഞ്ഞം തുറമുഖത്തെക്കാളും മറ്റ് വലിയ പദ്ധതികളെക്കാളും ഒക്കെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് സാധാരണക്കാരെ ഉൾക്കൊള്ളുവാനുള്ള സമീപനം ഈ സർക്കാരിന് സ്വീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും അവരെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരെ, അശരണർ, അത്തരത്തിലുള്ള എല്ലാ വിഭാഗ ജനങ്ങളെയും സമൂഹത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് വികസനം എന്ന വാക്ക് അർത്ഥവത്താവുന്നത്. അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജനസമ്പർക്കങ്ങൾ, കഴിഞ്ഞ ജില്ലകളിലൊക്കെ നടന്ന നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിജയമായിരുന്നു അത്. പക്ഷെ ജനസമ്പർക്ക പരിപാടി രാഷ്ട്രീയമായി എതിർക്കുന്ന പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ സമീപനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രസിഡന്റ് ചിരട്ടക്കോണം സുരേഷ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി R രാജശേഖരൻ പിള്ള സ്വാഗതം പറഞ്ഞു. പാർട്ടി ചെയർമാൻ ex-MLA ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള, KTUC പ്രസിഡന്റ് എഴുകോൺ സത്യൻ, കർഷക യൂണിയൻ പ്രസിഡന്റ് കുളക്കട രാജു എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജോയിന്റ് കൌൺസിൽ പുനലൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. MLA അഡ്വക്കേറ്റ് K രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ പുനലൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നവംബർ 29 പുനലൂർ വെട്ടിപ്പുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗ മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിന് ജോയിന്റ് കൌൺസിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി R ഉദയൻ അധ്യക്ഷത വഹിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭരണ നേതൃത്വം ഏതു പാർട്ടിയെന്ന് നോക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കണമെന്ന് MLA K രാജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാർ ഭരിക്കുന്ന ഏത് ഗവൺമെന്റായാലും ആ ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് ആ ഗവൺമെന്റിന്റെ നയവും ആ ഗവൺമെന്റ് പരിപാടികളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് നടപ്പിലാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ ഉത്തരവുകൾക്കനുസരിച്ച്
അനുസരിച്ച് ജോലി ചെയ്യാനുള്ള ബാധ്യതയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. അതിനാണ് സർക്കാർ ശമ്പളവും തരുന്നത്. അപ്പോ ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ 2.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ പുതിയൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റിന് ഞങ്ങൾ പിന്തുണ നൽകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ ഉത്തരവുകൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാർ ഉദ്യോഗസ്ഥരില്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ? അത്ര ഒരു അവകാശം നിങ്ങൾക്കില്ല. ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് അവരുടെ നയങ്ങൾ നിലവിൽ ഉള്ള സർവീസ് ചട്ടങ്ങളുടെ എല്ലാം പിൻബലത്തിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ നയവും പരിപാടിയും ഭരിക്കുന്നവർ ആരാണോ ഭരണത്തിൽ വരുന്നവർ അവർ മുന്നോട്ട് വെക്കുന്ന നയവും പരിപാടിയും നടപ്പിലാക്കാനുള്ള ബാധ്യതയാണ് സർക്കാർ. തുടർന്ന് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ അനി ആറിനെ പുനലൂർ ബ്രാഞ്ച് പ്രസിഡന്റായും ബിനു രമ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രഞ്ജിത്ത് ജിയെ സെക്രട്ടറിയായും രാജേന്ദ്രകുമാർ അരുൺകുമാർ എസ് അഭിലാഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സഞ്ജയനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, കെ വിലാസിനി, പ്രവീൺ, എ ഷാജഹാൻ, ബി രാധാകൃഷ്ണപിള്ള, സുകേശൻ ചൂലിക്കാട് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. CITU BMS യൂണിയനിൽപ്പെട്ടവരാണ് ഏറ്റുമുട്ടിയത്. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷത്തെ തുടർന്ന് പട്ടണത്തിൽ ഗതാഗത തടസ്സം. അഞ്ചൽ പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സമയതർക്കത്തെ തുടർന്ന് ഇരുവാഹനങ്ങളിലെ ജീവനക്കാർ തമ്മിൽ ദിവസങ്ങളായി നിലനിന്നു പോരുന്ന വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അഞ്ചൽ പുനലൂർ റൂട്ടിൽ സമയതർക്കവും മത്സര ഓട്ടവും പതിവാകുന്നതായി ലൈവ് വാർത്ത ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മത്സര ഓട്ടവും വാക്കേറ്റവും കയ്യാങ്കളിയും ഇവിടെ പതിവ് സംഭവങ്ങളാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാക്കേറ്റം കയ്യാങ്കളിയായത്. സംഘർഷത്തിൽ അഞ്ചൽ പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിൽ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് ബസ് സർവീസ് അഞ്ചലിൽ അവസാനിപ്പിക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് അരമണിക്കൂറോളം പട്ടണത്തിൽ ഗതാഗത തടസ്സം നേരിട്ടു. പിന്നീട് പോലീസ് എത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ ആൾ CITU പ്രവർത്തകനും ഇയാളുടെ പരാതിയിൽ പറയുന്ന ശ്രീരാഗം ബസിലെ ജീവനക്കാർ BMS യൂണിയനിൽപ്പെട്ടവരുമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിലമേൽ വേക്കലിൽ പുരാതന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കായി പുരാവസ്തു വകുപ്പ് ഖനനം ആരംഭിച്ചു. BC 500, AD 500 കാലഘട്ടത്തിലെ മുനിയറ, നന്നങ്ങാടി എന്നിവ 1 വർഷത്തിനു മുമ്പ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. നിലമേൽ വേയ്ക്കലിൽ കണ്ടെത്തിയ പുരാതന സംസ്കാരത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഖനനം പുരാവസ്തു വകുപ്പ് ആരംഭിച്ചു. 1 മാസം മുൻപ് നിലമേൽ വേയ്ക്കലിൽ IPMUP സ്കൂൾ ഗ്രൌണ്ടിലാണ് BC 500, AD 500 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന മുനിയറ, നന്നങ്ങാടി എന്നിവയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ എത്തി സ്ഥലം സന്ദർശിച്ച് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പുരാവസ്തു വിഭാഗം, ഖനന വിഭാഗം അസിസ്റ്റന്റ് ഓഫീസർ B. മോഹനചന്ദ്രൻ, ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ കൃഷ്ണരാജ്, ദീപാഷ്, ഫോട്ടോഗ്രാഫർ അനിൽ അരവിന്ദ് എന്നിവർ അടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഖനനം നടക്കുന്നത്. പ്രദേശത്തെ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ച് ഘട്ടം ഘട്ടമായാണ് ഖനനം നടത്തുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഖനനത്തിന്റെ പൂർണ്ണതയിലെത്താൻ കഴിയും. എന്നാൽ മാത്രമേ അവശിഷ്ടങ്ങളും അവയുടെ യഥാർത്ഥ കാലപ്പഴക്കവും എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയൂവെന്ന് പുരാവസ്തു ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഹാശിലായുഗ കാലഘട്ടത്തിലെ ഒരു ബറിയൽ സൈറ്റാണ്. മരിച്ചവരുടെ ശവം സംസ്കരിക്കുന്നതിനും സെക്കൻഡറി ബറിയൽസാണ്. ഏതാണ്ട് 10ഓളം ബറിയൽസ് ഇതുവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 തരത്തിലുള്ള ബറിയൽസാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ഏൺ ബറിയൽ, മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സിസ്റ്റ് ബറിയലിലാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡാറ്റം പോയിന്റിൽ നിന്ന് 50 സെന്റിമീറ്റർ വരെ ഡെപ്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് 6x6 വലിപ്പത്തിലുള്ള ഒരു ട്രഞ്ചാണ് ഇപ്പോൾ നമ്മളിവിടെ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത്. ആ ട്രഞ്ചിനെ വീണ്ടും 4ആയിട്ട് വിഭജിച്ച് 4 ക്വാഡ്രൻസുകളാക്കി തിരിച്ച് കൺട്രോൾ ഡിഗിങ്ങാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഒരു 2 ദിവസത്തെ ഡിഗിങ് കൂടെ കഴിയണം. 1 മീറ്ററെങ്കിലും താഴ്ചയിലെത്തിയതിനു ശേഷമേ നമുക്ക് ഇതിനെ സംബന്ധിച്ച് സ്ഥായിയായിട്ട് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. സാധാരണ ഇത്തരം പറയലുകളിൽ നമുക്ക് കിട്ടുക അക്കാലത്ത്
മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ബറിയലിനോടൊപ്പം തന്നെ അവരുപയോഗിച്ചു വന്നിട്ടുള്ള ആയുധങ്ങൾ, കാർഷിക വൃത്തിയിൽ ഉപയോഗിച്ചു വന്നിരുന്ന ആയുധങ്ങൾ, അതായത് അരിവാള്, അതുപോലെ തന്നെ അവരുപയോഗിച്ചു വന്നിരുന്ന ആഭരണങ്ങൾ, അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ, ഇതൊക്കെ കണ്ടെത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ നഗരസഭയിലെ ആഹാര സ്ഥാപനങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നടത്തുന്ന പരിശോധന വഴിപാടുകളായി മാറുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നു. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. പുനലൂർ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പരിശോധന മാമാങ്കം. തങ്ങൾ ഊർജ്ജസ്വലരായി ജോലി ചെയ്യുന്നുണ്ടെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാസത്തിലോ 3 മാസം കൂടുമ്പോഴോ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുക പതിവാണ്. റെയ്ഡിന് എത്തുന്ന വിവരം ഹോട്ടൽ ഉടമകളെ മുൻകൂട്ടി അറിയിക്കുന്ന പതിവുമുണ്ട്. കാരണം ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും അവരുടെ സിൽബന്ധികൾക്കും നഗരത്തിലെ മിക്ക ഹോട്ടലുകളിൽ നിന്നും സൌജന്യ ഭക്ഷണവും ആവശ്യത്തിന് കിമ്പളവും ലഭിക്കുന്നുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. വ്യാഴാഴ്ച പട്ടണത്തിലെ ഹോട്ടലുകളിൽ നിന്നും പരിശോധനയിൽ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പ്രദർശിപ്പിച്ച ഭക്ഷ്യവസ്തുക്കളാണ് ഇത്. മിക്കവയും പുഴുവരിച്ച് ദുർഗന്ധം വരുത്തുന്നവ. നായയ്ക്ക് ഭക്ഷണമായി നൽകിയാൽ അവ കഴിക്കാതെ തിരികെ പോകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ. ഇത് നഗരസഭാ ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് ബോധപൂർവം നൽകുവാൻ മാറ്റിവെച്ചതല്ലെങ്കിൽ ഇവ പിടിച്ചെടുത്തത് ഏതൊക്കെ കടകളിൽ നിന്നാണെന്ന് തുറന്നു പറയുവാൻ അധികൃതർ തയ്യാറാകണം. കടകൾക്ക് പിഴ ചുമത്തി രക്ഷപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിച്ച് ഇത്തരം കടകളുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ ഉദ്യോഗസ്ഥർ തന്റേടം കാണിക്കണം. അങ്ങനെ കാണിക്കാൻ ധൈര്യമില്ലെങ്കിൽ റെയ്ഡ് നടത്തുന്നതിന് മുൻപ് ദൃശ്യമാധ്യമങ്ങളെ വിവരമറിയിക്കണം. എങ്കിൽ ഹോട്ടലുകളുടെയും ബേക്കറികളുടെയും നേർക്കാഴ്ചയും അടുക്കളയുടെ ശുചിത്വവും ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരവും സാധാരണക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം, പിറവന്തൂർ ഗ്രാമപഞ്ചായത്തുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി MLA KP ഗണേഷ് കുമാർ രംഗത്ത്. ശബരിമല ഭക്തർക്ക് ഇടത്താവളം ഒരുക്കാത്തതിൽ ഇരു പഞ്ചായത്തുകളും വീഴ്ച വരുത്തിയ സാഹചര്യത്തിലാണ് MLA ഇങ്ങനെ പ്രതികരിച്ചത്. ഇടത്താവളമൊരുക്കാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തും വിമുഖത കാട്ടുകയാണെങ്കിൽ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് സൌകര്യമൊരുക്കാൻ MLA എന്ന നിലയിൽ താൻ തയ്യാറാണെന്ന് പത്തനാപുരം MLA KP ഗണേഷ് കുമാർ ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പഞ്ചായത്തിലും പിറവന്തൂർ പഞ്ചായത്തിലുമാണ് ഇടത്താവളങ്ങൾ വേണ്ടത്. ശരിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് പഞ്ചായത്താണ്. പിറവന്തൂർ പഞ്ചായത്ത് കല്ലിങ്കടവിൽ നമ്മള് ഇവിടെ മുക്കടവിൽ ഒരെണ്ണം തുടങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പരിമിതിയാണ് അവിടുത്തെ പ്രശ്നം. പത്തനാപുരം പഞ്ചായത്തിന് സ്ഥലം കണ്ടതാണ്. ഈ തോട് ഒഴുകുന്നതുകൊണ്ട് അവിടെ എല്ലാവരും ഇറങ്ങി പ്രാഥമിക വൃത്തികൾ വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കേണ്ടത്. ജനുവരിയോടുകൂടി വാളകത്ത് നിന്ന് വരുന്ന ശബരിമല ബൈപ്പാസ് റോഡ്, വാളകം, ചെങ്ങമനാട്, കുന്നിക്കോട്, പത്തനാപുരം ബൈപ്പാസ് റോഡ് പൂർത്തിയാവും. അതിൽ ആദ്യഘട്ടം ചെങ്ങമനാട് പത്തനാപുരം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ടം ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു. വളരെ വേഗത്തിൽ നടക്കുകയാണ്. ജനുവരിയോടുകൂടി അത് പൂർത്തിയായി കഴിയുമ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ വലിയൊരു പ്രവാഹം ഉണ്ടാകും. അത് നേരിടാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് നടപടിയെടുക്കണം. അത് പഞ്ചായത്ത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അവർ അതിനുവേണ്ടി മുന്നോട്ട് വന്നതിനോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെടുന്നു. പുതിയ ബൈപ്പാസ് റോഡ് വരുന്നതോടെ വെട്ടിക്കോല ക്ഷേത്രം ഒരു ഇടത്താവളമാക്കി മാറ്റണം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വെട്ടിക്കോല ക്ഷേത്രം ഒരു ഇടത്താവളം വന്നിട്ട് കമ്മിറ്റി, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽക്കൊണ്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ ഒരു ഇടത്താവളം അവിടെ വേണം. ഇവിടെയും ഈ പറഞ്ഞ വലിയൊരു പ്രവാഹം ഉണ്ടാവും. വാഹനങ്ങളിൽ പ്രവാഹം ഉണ്ടാവും ഈ റോഡ് നന്നാവുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മർത്തോമ സഭയ്ക്ക് കൊട്ടാരക്കര ആസ്ഥാനമാക്കി പുതിയ ഭദ്രാസനം ആരംഭിക്കുന്നു. ഡിസംബർ 1 ഭദ്രാസനം പ്രവർത്തനം ആരംഭിക്കും. മർത്തോമ സഭയ്ക്ക് കൊട്ടാരക്കര ആസ്ഥാനമാക്കി പുതിയ ഭദ്രാസനം. മർത്തോമ സഭയ്ക്ക് കൊട്ടാരക്കര പുനലൂർ എന്ന പേരിൽ പുതിയ ഭദ്രാസനം ആരംഭിക്കും. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ആസ്ഥാനം. ഡിസംബർ 1 ഭദ്രാസനം പ്രവർത്തനം ആരംഭിക്കും. സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രോപൊലിത്തയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡോക്ടർ യുയാക്കീം മാർ കുറിലോസ് എപ്പിസ്കോപ്പയാണ് ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ. പുതിയ ഭദ്രാസനത്തിൽ 7 സെന്ററുകളും 91 ഇടവകകളും ഉണ്ടാകും. പൂയപ്പള്ളി, കുണ്ടറ, കൊട്ടാരക്കര, നെടുമങ്ങാട്, വാളകം, തലവൂർ, പുനലൂർ എന്നിവയാണ് സെന്ററുകൾ. തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിന്റെ 5 സെന്ററുകളും അടൂർ ഭദ്രാസനത്തിന്റെ 2 സെന്ററുകളും പുതിയതിൽ ഉൾപ്പെടുത്തി. ഡിസംബർ 1 3 മണിക്ക് ഭദ്രാസനാധ്യക്ഷൻ ചുമതല ഏറ്റെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ചാത്തന്നൂർ NSS കോളേജിലെ പ്രൊഫസർ ജോസി ലൂക്കാണ് കൌൺസിലിംഗിന് നേതൃത്വം നൽകിയത്.
അഞ്ചൽ പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. കേരള പോലീസ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പദ്ധതി പ്രകാരമാണ് കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. അഞ്ചൽ വെസ്റ്റ് HSS, അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് HSS എന്നീ സ്കൂളുകളിലാണ് വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കൌമാരക്കാരായ കുട്ടികൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനും കുട്ടികൾക്ക് നിയമം അനുശാസിക്കുന്ന പരിഗണനകൾ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കൌൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കൌൺസിലിംഗ് ക്ലാസിന് ചാത്തന്നൂർ NSS കോളേജ് പ്രൊഫസർ ജോസി ലൂക്ക് നേതൃത്വം നൽകി. ഇരു വിദ്യാലയങ്ങളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൌൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തു. എഞ്ചിനീയർ ആയതുകൊണ്ട് പുള്ളി വീട് പണിയൊക്കെ ആയതുകൊണ്ട് പുള്ളിയുടെ കാശല്ല, പുള്ളി പലരിൽ നിന്നും ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഒരു ദിവസം നോക്കിയ സമയത്ത് അതിനകത്തുനിന്ന് സാധനങ്ങൾ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നു. 6000 രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുന്നു. പുള്ളിക്ക് ആകെപ്പാടെ സംശയമായി. ഇത്രയും നാൾ വരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാം ഓപ്പൺ ആയിട്ടിരുന്ന ഒരു കാര്യത്തിൽ പുള്ളിയുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഒരു സംശയമുണ്ടായി. കാരണം എന്താണ് കാരണം? നമ്മൾ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിന്റെ നാഗമല എസ്റ്റേറ്റിൽ നിന്നും ശുചീകരിക്കാത്ത മാലിന്യം ആറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി ആക്ഷേപം. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടെങ്കിലും വൈദ്യുതി ലാഭിക്കുന്നതിനായാണ് ശുദ്ധീകരിക്കാതെ മലിനജലം ആറ്റിലേക്ക് ഒഴുക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് നാഗമല എസ്റ്റേറ്റിലെ റബ്ബർ ഫാക്ടറിയിലെ മാലിന്യങ്ങൾ കഴുതുരുട്ടി ആറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ഉയരുന്നു. റബ്ബർ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ശുദ്ധീകരിച്ച ശേഷം മാത്രമേ ആറ്റിലേക്ക് ഒഴുക്കാവൂ എന്നിരിക്കെ ഇവിടെ യാതൊരുവിധ ഫിൽട്രേഷനും നടത്താതെയാണ് എസ്റ്റേറ്റിലൂടെ കടന്നുപോകുന്ന ചെറുതോട്ടിലേക്കും തുടർന്ന് കഴുതുരുട്ടി ആറ്റിലേക്കും മാലിന്യം തുറന്നുവിടുന്നത്. ഫാക്ടറിയോട് ചേർന്ന് മലിനജലം ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന ഫിൽട്രേഷൻ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മലിനജലം നേരിട്ട് എസ്റ്റേറ്റിലുള്ള കുളത്തിൽ വന്നടിഞ്ഞ ശേഷം തോട്ടിലേക്ക് ഒഴുകുകയാണ്. എസ്റ്റേറ്റ് മാനേജ്മെന്റിനെ ഭയന്ന് തൊഴിലാളികൾ മൌനം പാലിക്കുകയാണ്. എന്നാൽ സ്ഥലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പഞ്ചായത്ത് അധികൃതരും മൌനം പാലിക്കുന്നത് ജനങ്ങളെ വലച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിൽ നടപടികൾ സ്വീകരിച്ചു. പിടികൂടിയ തെരുവുനായ്ക്കളെ കൊന്ന് റോഡ് സൈഡിൽ കൂട്ടിയിരിക്കുന്നത് നാട്ടുകാരെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. കൊട്ടാരക്കര പഞ്ചായത്തിലെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചു. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ കുരുക്കുപയോഗിച്ച് പിടിച്ചതിനുശേഷം മരുന്ന് കുത്തിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിലെ കൊട്ടാരക്കര ടൌണിൽ നിന്നാണ് ഏറെയും നായ്ക്കളെ പിടികൂടാനായത്. രാത്രികാലങ്ങളിൽ കാൽനട യാത്രക്കാർക്കും ശബരിമല തീർത്ഥാടകർക്കുമാണ് തെരുവുനായ ശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ഇതിന് അറുതി വരുത്താൻ നായപിടുത്തക്കാരെ ടൌൺ കേന്ദ്രീകരിച്ച് നിയോഗിച്ചിരുന്നു. 4 ദിവസത്തിനുള്ളിൽ 100ഓളം നായ്ക്കളെയും പിടികൂടി കൊല്ലുകയും കൊന്നുകൂട്ടിയ നായ്ക്കളെ ടൌണിന്റെ പല ഭാഗത്തായി കൂട്ടിയിടുകയും ചെയ്തു. ഇത് നാട്ടുകാരെയും കാൽനട യാത്രക്കാരെയും വീണ്ടും ബുദ്ധിമുട്ടിലാക്കി. പിടിച്ച നായ്ക്കളെ കൊന്നതിനുശേഷം മറവ് ചെയ്യാതെ ചന്തമുക്കിന് സമീപത്തും KSRTC സ്റ്റാൻഡിന് സമീപത്തും കൂട്ടിയിട്ടു. ഇത് അഴുകി ചീഞ്ഞു നാറാനും തുടങ്ങിയിട്ടുണ്ട്. 15ഓളം നായ്ക്കളെയാണ് ചന്തമുക്കിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. സമീപത്തെ വ്യാപാരികൾ രൂക്ഷഗന്ധം കാരണം കട തുറക്കുന്നില്ല. നടപടികൾ എടുക്കുന്ന പഞ്ചായത്തിന് പരിഹാരം കാണാൻ നിവൃത്തിയില്ലാതെ വന്നതാണോ അതോ നടപടി സ്വീകരിച്ചെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നായ്ക്കളെ പ്രദർശിപ്പിച്ചതാണോ എന്ന അങ്കലാപ്പിലാണ് ജനങ്ങൾ. അവരെടുത്തൊന്നും പോകത്തില്ല. ഞാൻ അവരടുത്ത് ചോദിച്ചു, അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം അവര് വന്നെടുത്തോണ്ട് പോകും. പട്ടിയെ കൊന്നവര് അല്ലാതെ ആരാ എടുക്കുന്നത്? ഞാൻ വന്നപ്പോ 11 മണിയായി. രാവിലെ ഉണ്ടായിരുന്നു അവര് കടക്കാരൊക്കെ പറഞ്ഞു രാവിലെ അവര് ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂരിലെ മൊബൈൽ കടയിൽ പട്ടാപ്പകൽ അക്രമി ലാപ്ടോപ്പും മൊബൈൽ ഫോണും തല്ലി തകർത്തു. അച്ചൻകോവിൽ സ്വദേശി അഭിലാഷാണ് ആക്രമണം നടത്തിയത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പുനലൂരിൽ മൊബൈൽ കടയിൽ പട്ടാപ്പകൽ അക്രമി സാധനങ്ങൾ തല്ലി തകർത്തു. പുനലൂർ HHYS പമ്പിന് സമീപം ജെറിയുടെ ഉടമസ്ഥതയിലുള്ള ഡിജിറ്റൽ വേൾഡ് എന്ന കടയിലാണ് സംഭവം. അക്രമിയായ അച്ചൻകോവിൽ സ്വദേശി അഭിലാഷിനെ നാട്ടുകാർ പിടികൂടി പുനലൂർ പോലീസിൽ ഏൽപ്പിച്ചു. കടയിലെത്തിയ അക്രമി ലാപ്ടോപ്പിന്റെ വില അന്വേഷിച്ചതായും തുടർന്ന് ലാപ്ടോപ്പ് തല്ലിത്തകർക്കുകയായിരുന്നെന്നും കടയുടമ പറഞ്ഞു. സ്ഥാപനത്തിലോട്ട് കയറി വരികയും ടേബിളിന് ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് പിന്നെ ഗ്ലാസ് അതൊക്കെ തന്നെ എടുത്ത് പുതിയ ലാപ്ടോപ്പുകൾ എടുത്ത് തറയിലോട്ട് അടിച്ചങ്ങ് പൊട്ടിക്കുകയുണ്ടായത്. പുള്ളി കക്ഷി കഞ്ചാവോ ഡ്രഗ്സോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പെരുമാറ്റത്തില്ല.
കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഈ ലാപ്ടോപ്പ് എന്തോ വിലയെന്നൊക്കെ ചോദിച്ചിട്ട് അതെടുത്ത് വെച്ച് തറയിൽ ഒറ്റയടി. എന്നിട്ട് അവന് സിനിമയിൽ അഭിനയിക്കണമെന്നോ മോഹമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ സിനിമ എന്താ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പിടിയിലായ അഭിലാഷ് സംസാരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. എന്റെ ഗുരു എനിക്കൊരു വാക്ക് തന്നു. അത് പാലിക്കണം. എന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തു, എന്റെ അച്ഛനൊരു വാക്ക് കൊടുത്തു. പറഞ്ഞോളൂ. അഭിലാഷ്. മാനസിക വിഭ്രാന്തി ഉള്ളയാളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അഭിലാഷ് പുനലൂർ പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ 2.5 ലക്ഷം രൂപയുടെ തട്ടിപ്പിനിരയായത് കശുവണ്ടി തൊഴിലാളികൾ. പുനലൂർ കാനറ ബാങ്ക് മാനേജറുടെ ക്യാബിനിലേക്ക് തള്ളിക്കയറി. കൊല്ലം നെല്ലിമുക്ക് സ്വദേശി സുശീലയാണ് തൊഴിലാളികളെ തട്ടിപ്പിനിരയാക്കിയത്. സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ 2.5 ലക്ഷം രൂപയുടെ തട്ടിപ്പിനിരയായത് കശുവണ്ടി തൊഴിലാളികൾ. തട്ടിപ്പിനിരയായവർ പുനലൂർ കാനറ ബാങ്കിലെത്തി മാനേജറുടെ ക്യാബിനിലേക്ക് തള്ളിക്കയറി. നെല്ലിമുക്ക് മടന്തക്കോട് ഗോപു സദനത്തിൽ സുശീലയാണ് തൊഴിലാളികളെ തട്ടിപ്പിനിരയാക്കിയത്. മനുഷ്യാവകാശ സ്വയം സഹായ സംഘം എന്ന പേരിൽ തൊഴിലാളികളെ കൂട്ടി ഒരു സംഘം തുടങ്ങി. സ്വയം സഹായ സംഘത്തിൽ ചേരുന്നവർക്ക് 40,000 രൂപ വീതം വായ്പ വാങ്ങിത്തരാം എന്ന് സുശീല പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നു. അതിനായി ബാങ്ക് അക്കൌണ്ട് എടുക്കുന്നതിനായി അംഗങ്ങളിൽ നിന്ന് 1,200 രൂപയും ഐഡന്റിറ്റി കാർഡും ഫോട്ടോയും വാങ്ങിയിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രഘുപതി എന്ന അംഗത്തിന് വായ്പ തിരിച്ചടയ്ക്കണം എന്ന് കാട്ടി പുനലൂർ കാനറ ബാങ്കിൽ നിന്നും വക്കീൽ നോട്ടീസ് കിട്ടി. അപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തുവന്നത്. പുനലൂർ കാനറ ബാങ്കിൽ നിന്നും 2.5 ലക്ഷം രൂപ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ സുശീല വായ്പ എടുത്തതായും എന്നാൽ ഈ വിവരം തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു. ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്റെ മക്കൾ വന്നപ്പോൾ അമ്മയ്ക്കൊരു നോട്ടീസ് ഉണ്ട്. കൊണ്ട് വായിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വക്കീൽ നോട്ടീസാണ്. 15 ദിവസത്തിനകം പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലീസ് വരും. ഈ ബാങ്ക് കാണുന്നത് ഈ സ്ഥലം ഈ പുനലൂർ ഇങ്ങോട്ട് കാണുന്ന ചിലപ്പോൾ ഈ വിവരം അറിയുന്നതിനായാണ് തട്ടിപ്പിനിരയായവർ പുനലൂർ ബാങ്കിലെത്തി ബാങ്ക് മാനേജറുടെ ക്യാബിനിലേക്ക് തള്ളിക്കയറിയത്. മതിയായ രേഖകളൊന്നും തന്നെ ഇല്ലാതെയാണ് സംഘത്തിന്റെ പേരിൽ ലോൺ നൽകിയതെന്നും അംഗങ്ങളായ തങ്ങൾക്ക് ഇതിൽ യാതൊരു അറിവുമില്ലെന്നും വ്യക്തമായ പരിശോധന നടത്താതെ ലോൺ നൽകിയ മാനേജറാണ് ഉത്തരവാദിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. ഇളമ്പള്ളൂർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളാണ്. ഇവരിൽ നിന്ന് ഒരാളിൽ നിന്ന് 1000 രൂപ കൈപ്പറ്റിക്കൊണ്ട് ബാങ്ക് ലോൺ എടുത്തു കൊടുക്കാം, ഒരാൾക്ക് 40,000 രൂപ വെച്ച് ലോൺ എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞ് ഇവരിൽ നിന്ന് ഐഡിയ പ്രൂഫും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വാങ്ങിക്കൊണ്ട് പോയതാണ്. അത് 1 വർഷത്തിലേറെയായി. ഇപ്പൊ ഈ ബാങ്കിൽ നിന്ന് 10 പേർക്ക് 2,40,000 രൂപ വെച്ച് ലോൺ പാസ്സായി. ലോൺ കുടിശ്ശിക വന്ന് ഇവർക്ക് തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞ് വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തികൾ ഈ ബാങ്കിൽ വരികയോ ഈ ബാങ്ക് കണ്ടിട്ടുള്ളതോ അല്ല. ഇവർ ഒപ്പിടുകയോ ഇവരുടെ യാതൊരു ഇതും ഇല്ലാതാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായിരിക്കുന്നത്. ഇവരുടെ അറിവോട് കൂടിയല്ല. അത് ബാങ്ക് മാനേജറുടെ ഉദാസീനതയോ അതല്ലെങ്കിൽ അവർക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ 1 രൂപ പോലും കൈപ്പറ്റാത്ത ഈ പാവത്തങ്ങൾ ഈ ലോൺ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് നിത്യവൃത്തിക്ക് പോലും കഴിയില്ലാത്ത വ്യക്തികളാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത്. അതിന്റെ കർശനമായിട്ടുള്ള പേപ്പറുകൾ പരിശോധിക്കാതെ ബാങ്ക് ലോൺ പാസ്സാക്കിയിരിക്കുന്ന ഈ ബാങ്കിനെതിരെയുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ചീറ്റിംഗ് കേസിൽ നമ്മൾ നടപടിയെടുക്കും. പക്ഷേ സ്വയം സഹായ സംഘം എന്നുള്ള ഗ്രൂപ്പ് രൂപീകരിക്കാമെന്നുള്ള പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് സുശീല എന്നൊരു വ്യക്തിയാണ് ഏജന്റായിട്ട്. അവർ പല സ്ഥലങ്ങളിലായിട്ട് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉച്ചവരെ ബാങ്കിലുണ്ടായിരുന്ന മാനേജർ ഉച്ചയ്ക്ക് ശേഷം ബാങ്കിൽ എത്തിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല റെയിൽവേ പുറമ്പോക്കിലും റോഡ് പുറമ്പോക്കിലുമായി അപകടസ്ഥിതിയിലായ വീടുകളിൽ അന്തിയുറങ്ങുന്ന നിരവധി പേർ. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. തെന്മലയിൽ റെയിൽവേ പുറമ്പോക്കിലും റോഡ് പുറമ്പോക്കിലുമായി അപകട ഭീഷണിയിൽ നിരവധി വീടുകൾ. റെയിൽവേ ട്രാക്കിനും നാഷണൽ ഹൈവേക്കും ഇടയിലുള്ള മൺതിട്ടയിലാണ് ഇത്തരത്തിൽ നിരവധി വീടുകൾ അപകട ഭീഷണി നേരിടുന്നത്. റെയിൽവേയുടെ വികസനത്തിന്റെ ഭാഗമായി വീടുകൾ സ്ഥിതി ചെയ്യുന്നതിന്റെ മുകൾ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തതുമൂലം വെള്ളം കെട്ടിനിൽക്കുകയും മണ്ണ് ഒലിച്ചുപോകുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത്. മഴ സമയത്ത് റെയിൽവേ ട്രാക്കിൽ കെട്ടിനിൽക്കുന്ന വെള്ളം വീടുകളുടെ അടുക്കളയിലേക്കും കക്കൂസിലേക്കും ഒലിച്ചിറങ്ങുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുകൂടാതെ റെയിൽവേ അണ്ടർപാസേജ് നിർമ്മിക്കാൻ ഇറക്കിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ മണ്ണൊലിപ്പ് മൂലം വീടുകളിലേക്ക് വീഴുന്ന അവസ്ഥ നിലനിന്നിരുന്നു. വാർഡ് മെമ്പർ ഇടപെട്ട് ഇവ കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. എന്നാൽ വീടുകൾക്ക് മുകൾ ഭാഗത്തായി കെട്ടിനിൽക്കുന്ന വെള്ളം വഴിതിരിച്ചുവിടാൻ ആരും മുൻകൈ എടുത്തിട്ടില്ല. വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ റെയിൽവേയും റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നാഷണൽ ഹൈവേയും തീരുമാനിച്ചില്ലെങ്കിൽ ഒരു മഴക്കാലം കൂടി തികയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. കലങ്ങിന്റെ കീഴിൽ കൂടെ റെയിൽവേയിൽ 4 കലങ്ങിന്റെ കീഴിൽ കൂടെ വെള്ളം മൊത്തം മറിഞ്ഞ് ബാത്റൂമിലും അടുക്കളയ്ക്കകത്തും വെള്ളം കയറി. ഇവിടെ കട്ടിങ്ങിന്റെ പുറത്തൂടെ മൊത്തം വെള്ളം കയറി ഇടിഞ്ഞ്
കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് രാത്രി ഇറങ്ങി ഓടുമായിരുന്നു. വെള്ളം വന്ന് വീടെല്ലാം കൂടെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അടിവശം അപ്പുറം ഇപ്പുറം പകുതി മുക്കാലും ഇടിഞ്ഞിരിക്കുക. എങ്ങനെയെങ്കിലും ഇതിനൊരു ഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ ഞങ്ങൾക്ക് അത്രയൊരു ഉപകാരമായിരുന്നു. ബ്രോഡ്ഗേജ് ട്രെയിൻ ഓടിത്തുടങ്ങിയാൽ ഭൂമിക്ക് കുലുക്കം വരികയും വീടുകൾ ഇരിക്കുന്ന മൺതിട്ട റോഡിലേക്ക് നിലംപൊത്തും എന്ന ആശങ്കയും ഇവർക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരിക്കെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെയിംസ് കക്കാടിന് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സഹപ്രവർത്തകരും ജനമൈത്രി പോലീസും ചേർന്നാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ വകുപ്പുകളിലായി സേവനം അനുഷ്ഠിച്ച് ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പത്തനാപുരം പഞ്ചായത്ത് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച് നവംബർ 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെയിംസ് ജോർജിന് ജനമൈത്രി പോലീസിന്റെയും ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരന്റെ അധ്യക്ഷതയിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ ജെയിംസ് കക്കാടിനെ ഹാരമണിയിച്ചും പത്തനാപുരം SI മുബാറക് പൂച്ചെണ്ട് നൽകിയും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ജയമോഹൻ, ഷീജ ഷാനവാസ്, ജനമൈത്രി ഭാരവാഹികളായ MM ഷെരീഫ്, വസന്തകുമാർ, പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, AMR ഹാഷിം, പ്രദീപ് ഗുരുകുലം, സുബി ചേകം, മോഹൻദാസ്, വിജയ ബിജു, റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ IQ ക്യൂസിൽ A ഗ്രേഡ് നേടിയ കോട്ടവട്ടം ഹൈസ്കൂളിലെ ജെ ജിഷ്ണുവിനെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ IQ ക്യൂസിൽ A ഗ്രേഡ് നേടിയ കോട്ടവട്ടം ഹൈസ്കൂളിലെ ജെ ജിഷ്ണുവിനെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജിഷ്ണു. ചക്കുവരയ്ക്കൽ അഞ്ജലിയിൽ ജയരാജ് ആശ ദമ്പതികളുടെ മകനാണ്. ഹെഡ്മാസ്റ്റർ കെ സന്തോഷ് കുമാർ, IT കോർഡിനേറ്റർ D രാജേശ്വരി, അധ്യാപിക S ജയശ്രീ എന്നിവരുടെ ഉപഹാരങ്ങൾ ജിഷ്ണു സ്കൂൾ അസംബ്ലി മുമ്പാകെ ഏറ്റുവാങ്ങി. കൊല്ലം ജില്ലാ IT കോർഡിനേറ്റർ ശ്രീകുമാർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഹെഡ്മാസ്റ്റർ കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി കടക്കലിൽ നിന്നും ഒരു കൌതുക കാഴ്ച. കഴിക്കാനായി മുറിച്ച പപ്പായയ്ക്കുള്ളിൽ കശുവണ്ടി പരിപ്പിനോളം വലിപ്പമുള്ള കായ് പ്രദേശവാസികൾക്ക് കൌതുകമായി. കൌതുക കാഴ്ചകൾക്ക് പരിധിയില്ലാത്ത കേരളത്തിൽ മറ്റൊരു കൌതുക കാഴ്ച. കഴിക്കാനായി മുറിച്ച പപ്പായക്കുള്ളിൽ കശുവണ്ടി പരിപ്പിന് സദൃശ്യമായ കായ കണ്ടെത്തിയത് കടക്കൽ നിവാസികൾക്ക് കൌതുകമായി. കടക്കൽ ആറ്റുപുറം ഇണ്ടിവിള ശ്രീകൃഷ്ണ വിലാസത്തിൽ അജിതയുടെ വീട്ടിലാണ് ഈ കാഴ്ച. വെള്ളിയാഴ്ച രാവിലെ പപ്പായ മുറിച്ചപ്പോൾ അതിനുള്ളിലാണ് ഒന്നാം തരം കശുവണ്ടി പരിപ്പ് എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള അരികൾ കണ്ടെത്തിയത്. സാമാന്യം കശുവണ്ടി പരിപ്പിനേക്കാൾ വലിപ്പത്തിലുള്ള 1 ഇഞ്ച് അരികളാണ് ഈ പപ്പായയിൽ കണ്ടെത്തിയത്. ജീവിതത്തിൽ ആദ്യമായി കണ്ട അപൂർവ കാഴ്ചയുടെ നിർവൃതിയിലാണ് വീട്ടുകാരും നാട്ടുകാരും. 68 വയസ്സായതിനിടയ്ക്ക് ഇതുവരെ ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇപ്പം ഇന്ന കാലത്താണ് ഇത് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ശക്തമായ ഇടപെടലുകൾ ഓണം വിപണിയിൽ അരിവില നിയന്ത്രിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്തുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി MLA ഗണേഷ് കുമാർ. സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ 2.5 ലക്ഷം രൂപ തട്ടിപ്പ് അംഗങ്ങൾ പുനലൂർ കാനറ ബാങ്ക് മാനേജറെ തടഞ്ഞുവച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.